അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 407 ടാറ്റ 407 കൊണ്ട് നമുക്ക് തെങ്കാശിയിലോട്ടാണ് പോകാനുള്ളത്. ലോഡെന്ന് പറയുന്നത് കോഴി എടുക്കാനായിട്ടാണ് പോകുന്നത്. ഇത് കോഴി ഫാമിലെ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയും കൊണ്ടാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വണ്ടി സർവീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ വണ്ടി കയറ്റി വിടത്തില്ല. അങ്ങനെ നമ്മൾ വഴിയിൽ പോകുന്ന വഴിക്ക് തന്നെ ഒരു സർവീസ് സെൻറ്ററിൽ കയറി നമ്മൾ വണ്ടി സർവീസൊക്കെ ചെയ്ത്, ഇല്ലാന്നുണ്ടെങ്കിൽ അവരവിടെ വണ്ടി കയറ്റി വിടത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കൊറോണ സമയത്ത് മറ്റോ തുടങ്ങിയതാണ് ഈ ഒരു സംഭവം. പിന്നെ അതിപ്പോഴും അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ കുളത്തൂപ്പുഴ ചെന്നിട്ട് അവിടെ നിന്ന് ചെങ്കോട്ട വഴിയാണ് തെങ്കാശിയിലോട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഇതിപ്പോൾ നമ്മൾ രാവിലെ അല്ല, ഉച്ചയ്ക്കാണ് നമ്മളിപ്പോൾ തെങ്കാശിയിലോട്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവർ ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട്. റോഡ് ക്ലിയർ ആയിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോൾ തെന്മല ഡാം കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് തെന്മല ഡാം എന്ന് പറയുന്നത്. നമുക്ക് ആ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഡാം കാണാൻ സാധിക്കും. വെള്ളം മറ്റു ഡാം തുറന്നാലും നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന വഴിയാണ് ഡാമിലോട്ടുള്ള വഴി എന്ന് പറയുന്നത്. ഇതൊരു ഇക്കോ ടൂറിസം മേഖലയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിക്കാർ കൂടുതലും ചായ കുടിക്കാനും മറ്റും ഇവിടെയാണ് വണ്ടി നിർത്തുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടികൾ അവിടെ കിടപ്പുണ്ട്. അവർ ചായ കുടിക്കാനും മറ്റും ഇവിടെ നിർത്തിയിട്ട് പിന്നെ തമിഴ്നാട്ടിലോട്ടാണെങ്കിലും അവർ ഇവിടെ നിർത്തി ചായയൊക്കെ കുടിച്ചിട്ട് നേരെ തമിഴ്നാട്ടിലോട്ട് വേറെ ഇങ്ങ് നിർത്താറില്ല. പോകുന്ന വഴിക്ക് വേറെ കടകളും കുറവാണ്. അപ്പോൾ മെയിൻ സ്ഥലമെന്ന് പറയാനായിട്ട് തെന്മല ഡാമിൻ്റെ പരിസര ഭാഗത്ത് തന്നെ ഇഷ്ടംപോലെ കടകളുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വണ്ടിക്കാർ അവിടെയാണ് നിർത്തി ചായ കുടിക്കുന്നത്. തെന്മല ഡാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്, മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്ന പുനലൂർ തെങ്കാശി റെയിൽപാത എന്ന് പറയുന്നത്. ഈ പാലമാണ് മെയിനായിട്ട് എല്ലാവരും വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ തെന്മല ഡാം കഴിഞ്ഞ് പിന്നെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ നിർത്തി ഇറങ്ങി നിന്ന് കാണുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ മഴയും സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആൾക്കാരും കാണാത്തത്. സാധാരണ ഈ വഴിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങി നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പുഴയാണ്. അപ്പോൾ ഈ പുഴയിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എന്തുമാത്രം രീതിയിൽ മഴ പെയ്യുന്നുണ്ടെന്നുള്ളത്. നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോഴത്തേക്കാണ് വേറൊരു പാലം കണ്ടത്. ഇതും ആ പുനലൂർ തെങ്കാശി റെയിൽപാതയുടെ ഭാഗമായിട്ടുള്ള വേറൊരു പാലമാണ് ഈ ഇടത് സൈഡിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ ഒരു ചെക്ക് പോസ്റ്റ് കിട്ടും. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുടനെ തമിഴ്നാടായി. അങ്ങനെ നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ കണ്ടതാണ് കഴുതുരുട്ടി എന്ന് പറയുന്നൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വേറെ പണിയും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, പ്ലാറ്റ്ഫോം മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ടാണ് ഇനി തമിഴ്നാട്ടിലോട്ട് പോകുന്നത്, തെങ്കാശിയിലോട്ട് ഇനി പോകുന്നത്. അപ്പോൾ ഇത് ഒരു ചെക്ക് പോസ്റ്റാണ്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് കേരളത്തിൽ നിന്ന് വരുമ്പോഴത്തേക്കുള്ള ആദ്യത്തെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ എല്ലാ വണ്ടിക്കാരും ഇവിടെ നിർത്തി ചെക്ക് പോസ്റ്റ് പാസ്സായതിനു ശേഷമാണ് കേരളത്തിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ ഓർഡർ ചെയ്ത് ചായയൊക്കെ കുടിച്ചതിന് ശേഷം തിരിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ കണ്ടതാണ് ദൂരെ ഒരു മലയുടെ സെൻറ്ററിൽ കൂടെ ഒരു വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം വ്യക്തമാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി. അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോഴത്തേക്ക് റോഡ് സൈഡിൽ കണ്ടതാണ്
ഇതുപോലുള്ള ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് തമിഴ്നാട്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കും. കാരണം ഇവർക്ക് പകൽ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇവർക്ക് രാത്രി മാത്രമേ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും വലിയ ലോഡായതുകൊണ്ട് തിരക്ക് കുറയുന്ന സമയത്ത് മാത്രമേ ഇവർക്ക് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡീസൽ അടിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയ വഴിക്ക് തന്നെ ഒരു പമ്പിൽ കയറിയപ്പോൾ കണ്ടതാണ് ഇഷ്ടംപോലെ മെറ്റീരിയൽസും കൊണ്ടുവരുന്ന, കേരളത്തിലോട്ട് മെറ്റീരിയൽസും കൊണ്ടുവരുന്ന 12 വീലും 14 വീലും 10 വീലും ആയിട്ടുള്ള ടിപ്പറും അല്ലാതെ പ്ലാറ്റ്ഫോം വണ്ടികളൊക്കെ ഇഷ്ടംപോലെ എണ്ണ അടിക്കാൻ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എണ്ണ അടിച്ചു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡീസൽ അടിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത ഒരു ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനി പെർമിറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പെർമിറ്റ് ഒരാഴ്ചത്തെ കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പുതിയ പെർമിറ്റ് എടുത്തിട്ട് വേണം നമുക്കിനി മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിർത്തിയേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളൊരു ചേട്ടൻ അവിടെ പെർമിറ്റ് എടുക്കാനായിട്ട് അവിടെ പോയി നിൽപ്പുണ്ട്. അപ്പോൾ ഒരു വക്കീലിൻ്റെ അടുത്താണ് ചെല്ലുന്നത്. ഒരു ഏജൻസി കണക്കൊരു സംഭവം ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ പെർമിറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പെർമിറ്റ് എടുത്തിട്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പെർമിറ്റൊക്കെ എടുത്തതിന് ശേഷം നേരെ ഫാമിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വഴിക്കുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. മഴ ആയതുകൊണ്ടും പിന്നെ രാത്രി ആയതുകൊണ്ടും നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും അത്ര വലുതായിട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ മൊബൈലിൽ ചാർജ് കുറവായിരുന്നു. അപ്പോൾ ഫാമിലോട്ട് എത്തി. ഏകദേശം ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഫാമിലെത്തിയ സമയത്ത് നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് അടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി മഴയും ഉടനെ പെയ്യുമെന്നുള്ളത് അപ്പോൾ അത് കണക്ക് തന്നെ പെട്ടെന്ന് തന്നെ മഴയും പെയ്തു. മഴ പെയ്തപ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയിൽ നിന്ന് ആ പെട്ടികൾ ഇറക്കാൻ പറ്റും. ആ പെട്ടികൾ ഇറക്കിയിട്ട് അതിൻ്റെ കാലിത്തൂക്കം എടുത്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് കോഴികളെ പിടിച്ചിട്ട് ആ പെട്ടിക്കകത്താക്കാനായിട്ട്. അപ്പോൾ മഴ പെയ്തു തുടങ്ങിയതുകൊണ്ട് നമ്മൾ പതുക്കെ ഷെഡിനകത്തോട്ട് കയറിയിരുന്നു. മഴ പെയ്തു തുടങ്ങി. നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മലയാളിയുടെ ഫാമാണ്. ആ ചേട്ടനാണ് നിൽക്കുന്നത്. മറ്റേ ആ കോട്ടിട്ടേക്കുന്ന സൂപ്പർവൈസറാണ്. പുള്ളിയുടെ കെയർ ഓഫിലാണ് നമ്മൾ ഈ ഫാമിലോട്ട് വന്നത്. പുള്ളിയുടെ കീഴിൽ തന്നെ ഒരു 10-50-ലധികം ഫാമുകളുണ്ട്. അപ്പോൾ പുള്ളിയെ വിളിക്കുമ്പോഴത്തേക്ക് പുള്ളിയാണ് പറയുന്നത് ഏത് ഫാമിലോട്ടാണ് വരേണ്ടതെന്ന് പുള്ളിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് തോന്നപ്പോഴത്തേക്ക് അവർ വണ്ടിയിൽ നിന്ന് ലോഡ് ഇരിക്കുന്ന കാലിപ്പെട്ടികൾ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ സൂപ്പർവൈസർ വന്ന് അവർക്ക് തന്നെ അവിടെ ഒരു ത്രാസുണ്ട്. അപ്പോൾ ആ ത്രാസിലാണ് നമ്മൾ ഈ കാലിപ്പെട്ടികൾ തൂക്കുകയുള്ളത്. അപ്പോൾ ഈ ത്രാസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ത്രാസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പുള്ളിക്ക് കാറ്റും മഴയും വെയിലൊന്നും കൊള്ളേണ്ട കാര്യമില്ല. പുള്ളി ആ മൊബൈലിൽ ആ ത്രാസ് കണക്ട് ചെയ്തതിന് ശേഷം ആ സൈഡിലോട്ട് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, അവർ ആ ത്രാസിലോട്ട് ആ കൂടുകളെല്ലാം ഇറക്കി വെച്ചിട്ട് തൂക്കം എടുക്കുമ്പോഴത്തേക്ക് ഈ സൂപ്പർവൈസറുടെ മൊബൈലിലോട്ട് അതിൻ്റെ അപ്ഡേഷൻ വരും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. കറക്റ്റ് തൂക്കം നമുക്ക് ആ മൊബൈലിൽ കൂടെ തന്നെ കിട്ടുന്നതുകൊണ്ട് പുള്ളി ആ മൊബൈലിൽ കിട്ടുന്ന തൂക്കം ആ ബുക്കിലോട്ട്, അവരുടെ കണക്ക് ബുക്കിലോട്ട് എഴുതുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ കാലിപ്പെട്ടികളെല്ലാം ഇറക്കിയിട്ട് ഇവർ കോഴിയെ പിടിക്കാനുള്ള സെറ്റപ്പ് തുടങ്ങി. അതിന് വേണ്ടിയിട്ട് ആ വെള്ളവും തീറ്റയും വയ്ക്കുന്ന ആ കൂടുകളെല്ലാം ഒന്ന് പൊക്കി വയ്ക്കണം. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഇവർ കോഴികളെ കൂട്ടിനകത്തോട്ട് ആക്കുന്നത്. അപ്പോൾ ഇവർ ഇരിക്കുന്ന മതിൽ കണക്കത്തെ സംഭവം കുറച്ചുകൂടെ അടുപ്പിക്കണം, എങ്കിലേ കുറച്ചുകൂടെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റത്തുള്ളൂ കോഴിയെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ആ അട്ടി അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോഴിയെ കുറച്ചുകൂടെ അടുപ്പിക്കുന്നത്. അപ്പോൾ ലൈറ്റെല്ലാം അണച്ചതിന് ശേഷമാണ് ഇവർ ഈ കോഴിയെ പിടിക്കുന്നത്. അപ്പോൾ അവർ ആ അട്ടി കുറച്ചുകൂടെ അടുപ്പിച്ചതിന് ശേഷം, കോഴികളെ കുറച്ചുകൂടെ അടുപ്പിച്ചതിന് ശേഷമാണ് ഇവർ കോഴിയെ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവർ ലൈറ്റെല്ലാം അണച്ച് കോഴിയെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കോഴിയെ പിടിച്ച് നേരെ ആ കൂട്ടിനകത്തോട്ടാണ് കൊണ്ടിടുന്നത്. കണ്ടില്ലേ, ഇരുട്ടായതുകൊണ്ട് ഇത്രത്തോളം വ്യക്തമാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവർ എല്ലാ കോഴികളെയും പിടിച്ച് കൂട്ടിനകത്തോട്ടാക്കിയതിന് ശേഷം വീണ്ടും തൂക്കം എടുത്തതിന് ശേഷമാണ് നമ്മൾ വണ്ടിയിലോട്ട് ലോഡ് കയറ്റുന്നത്. ഇപ്പം നേരത്തെ വെച്ച കണക്ക് 4 കൂട് വീതം വെച്ചാണ് തൂക്കം എടുക്കുന്നത്. തൂക്കം എടുക്കുമ്പോൾ ഇതേ സംഭവം സെയിം ആയിട്ട് തന്നെയാണ്. പുള്ളിക്ക് മൊബൈലിൽ ആ തൂക്കത്തിൻ്റെ അപ്ഡേഷൻ വരും. പുള്ളി ആ ബുക്കിലോട്ട് എഴുതിയതിന് ശേഷമാണ്, കണ്ടില്ലേ, ആ മൊബൈലിലോട്ട് അപ്ഡേഷൻ വരുന്നുണ്ട്. പുള്ളി ആ തൂക്കവും ആ ബുക്കിൽ തന്നെ എഴുതിയതിന് ശേഷമാണ് നമ്മൾ പിന്നീട് വണ്ടിയിലോട്ട് ലോഡ് കയറ്റുന്നത്. അപ്പോൾ ഏകദേശം തൂക്കങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തൂക്കം എടുത്ത പെട്ടികളാണ് ആ വണ്ടിയിലോട്ട് കയറ്റി വയ്ക്കുന്നത്. അപ്പോൾ തൂക്കം എടുത്തതിന് ശേഷം നമ്മൾ വണ്ടിയിലകത്തോട്ട് അട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മഴയും പെയ്യുന്നുണ്ട്. ഭാഗ്യം പോലെ വലുതായിട്ട് മഴ പെയ്യുന്നില്ല, ചെറുതായിട്ടേ പെയ്യുന്നുള്ളൂ. അപ്പോൾ പുള്ളി അവർ ആ ലോഡ് അതിനകത്തോട്ട് ആക്കിയതിന് ശേഷം വണ്ടിയുടെ അപ്പുറത്തോട്ട് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് വണ്ടിയിലോട്ട് അട്ടിയിടുന്നത്. ഈ അട്ടിയിട്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്ന വീഡിയോയും കാര്യങ്ങളൊന്നുമില്ല, മൊബൈൽ ഓഫായി പോയി.
അതുകൊണ്ട് തന്നെ നമ്മൾ ലോഡെല്ലാം ക്ലിയർ ചെയ്ത് കയറ്റിയതിന് ശേഷം ആ കെട്ടൊക്കെ ഇട്ട് നല്ലപോലെ കെട്ടി ടൈറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ ഓട്ടത്തിൽ ആ കൂടിന് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ചാക്ക് എടുത്തിടുന്നത്, ആ കയറിൻ്റെ കൂട്ടത്തിൽ തന്നെ ചാക്ക് ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ് അടിക്കുക, ഷെയർ അടിക്കുക, ലൈക്ക് അടിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.